ഒന്നുകൂടെ. ഹലോ ഗൈസ്, യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാനുള്ളത് ഒരു കുട്ടി വ്ലോഗാണ്. വേറൊന്നുമല്ല, നിങ്ങൾക്ക് കാണാം. നമ്മളൊരു കുട്ടി മേക്കപ്പ് ചലഞ്ച് ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ചെറിയ സാധനം വെച്ച് ചെറിയ മുഖത്ത് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഗൈസ്, ഞാൻ ഫെയർ ലവ്ലി ഇടിച്ചിട്ടുണ്ട്. ഇനി ഫെയർ ലവ്ലി വെച്ച് ശരിയല്ലേ? കയ്യില് മൊത്തം പൗഡർ. അപ്പൊ ഗൈസ്, ഞാൻ ഫെയർ ലവ്ലി എടുത്തിട്ട് അങ്ങാടിന്ന് ഒന്ന് വിളിച്ച പിന്നെ മുഖത്തന്നെ ഞാൻ കൂന്ത്രാണ് നല്ല രീതിയിൽ. കുറച്ചിട്ടാ മതി മറിയാം, കഴുത്തിലും കൂടെ. ഇങ്ങനെയാണോ ക്രീമൊക്കെ ഇടുന്നേ? ഇതൊരു ചലഞ്ച് വീഡിയോ ആണ്. അപ്പൊ ചലഞ്ചിന്റെ മര്യാദയ്ക്കിരുന്ന് ചെയ്യണം, അല്ലാതെ നിങ്ങൾ ഇഷ്ടത്തിനല്ല. ഇത് ചലഞ്ചാണ്. അതെ, ഏറ്റവും നല്ല ബെറ്ററായിട്ട് ചെയ്യുന്ന ആൾക്ക് ഒരു മുട്ടായി തരുന്നതായിരിക്കും. അല്ല, നിങ്ങൾ കമന്റിൽ കൂടെ പറയണം കേട്ടോ. പാത്തുവിന്റെ ആണോ ഇഷലിന്റെ ആണോന്ന് പറയണം. പാത്തു എന്തോ ചെയ്യുന്നു, അതിന്റെ തമാശ സീരിയസ് ആയിട്ട് എടുക്കണ. കൊച്ചിനകത്ത് എനിക്ക് ക്യാമറ ആണ്. ഇതൊന്നും പറ്റൂല എനിക്ക്. ലാസ്റ്റ് ഇതെല്ലാം ചെയ്യാം. അപ്പൊ ഇത് ഇഷ്ടമായിരിക്കും വിന്നറെങ്കിൽ. എത്ര മിനിറ്റ് ഉണ്ട് കേട്ടോ? ഉണ്ട്. ക്രീം ഇരിക്കണേ. തോണ്ടി വരെ തേച്ചത് ഞാനുണ്ടല്ലോ. എനിക്ക് ഇത് നിന്റെ കവളായോണ്ടാണ് ഭയങ്കര ഇത്. നല്ല പെട്ടെന്ന് ഫാസ്റ്റ്. ഞാൻ കുറച്ച് കഴിയുമ്പോ കൗണ്ട് ഡൗൺ തുടങ്ങും. അപ്പൊ പിന്നെ പെട്ടെന്ന് പിന്നെ ഇത് ചലഞ്ച് വീഡിയോയാണ്. നിന്റെ ഇഷ്ടത്തിനുള്ളതല്ല ഇത്. ഇവിടെയൊക്കെ തേച്ചടി ഇപ്പൊ ടൈം അടുത്തെന്താ? ഐലൈനർ വരയ്ക്കും. അല്ല, മറിയത്തിന്റെ ഇഷ്ടമുള്ള മറിയം മേക്കപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ മറിയത്തിന്റെ ഇഷ്ടമുള്ള മോള് കറക്റ്റ് ചെയ്താൽ മോക്കായിരിക്കും ഫസ്റ്റ്. നിനക്ക് ആയിരുന്നാലും വിളക്ക് അറിയാലോ. എടിയ മണിങ്ങല്ലേ, നീയായിട്ട് അറക്കണ്ട. വീഡിയോ എടുക്കണ കണ്ട വരിക ശരി വരാല്ലേ. നിന്നെ കാക്കറ കുക്കറാണ് നല്ലത്. കണ്ണില് കണ്ണ് മൊത്തം തെറ്റിച്ചില്ല. നല്ലോണം ഐലൈനർ വരയ്ക്കോ മറിയം വരയ്ക്കോ നമുക്ക് നോക്കാം. നിങ്ങള് കമന്റിൽ കൂടെ പറഞ്ഞു കേട്ടോ. ഒരു കമന്റിൽ കൂടെ പറയും. ആരെങ്കിലും കണ്ടിട്ട് വേണ്ടി കമന്റിൽ കൂടെ പറയാൻ. അതൊക്കെ കാണും. നമുക്കിപ്പോ കാണുന്നവർ ഇതിൽ ആരാണ് നല്ല രീതിയിൽ ഐലൈനർ വരയ്ക്കുന്നതെന്ന് ഒന്ന് നോക്കി പറയണം കേട്ടോ. ഇത് മറിയം ഇഷലിന് വരച്ചു കൊടുക്കുന്നു. ഇവള് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് മാത്രമേ ഞാൻ ഇങ്ങനെ വരയ്ക്കണുള്ളൂ. എനിക്ക് വാലൊന്നും വരയ്ക്കാറില്ല. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നീ എങ്ങനെയാണ് വരയ്ക്കുന്നത്? കുന്തം നല്ല കഴിവ് തന്നെ കേട്ടോ. അതെ, വാല് വരച്ചാലേ എന്നെ കാണാൻ കൊള്ളാം. വാലങ്ങ് വരച്ചോട്. നല്ല രീതിയിൽ മറിയം സാധാരണ നല്ല രീതിയിൽ ഐലൈനർ വരയ്ക്കുന്നതാണ്. ഇന്ന് മറിയം എന്താണെന്ന് അറിയത്തില്ല. വാലും ഒന്നും ശരിയായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അതെ, നോക്കട്ടെ, വാല് വരയ്ക്കോ നോക്കട്ടെ. കണ്ണടച്ചോട് മോളെ.
ഐലൈനർ ഇല്ലേ? സത്യം അതാണ് എനിക്ക് ഇങ്ങനെ ആയി പോണത്. ഓക്കെടാ. അടിപൊളി. സൂപ്പർ. എനിക്കിഷ്ടാവോ? കാണിച്ചു തരാം അവസാനം ഫോട്ടോ കാണിച്ചു തരാം. അവസാനം എനിക്ക് കാണിച്ചു തരണം. കാണിച്ചു തരാം. ഇവിടെ മേക്കപ്പ് ഇത് കഴിഞ്ഞിട്ട്. അതെ മറിയ എങ്ങനെയാണ് ഐലൈനർ മേക്കപ്പ് ഇട്ടത് കാണിച്ചു തരാം. പെട്ടെന്ന് ഇതില് സമയമില്ല, എനിക്ക് വേണം. ശരിക്കാതിരി കുഞ്ഞെ. ഓക്കെ അടുത്തേക്ക് ഇട്ടു. തുറന്ന് വെച്ചേക്കാണ്. ഇനി അടുത്തെന്തോന്ന് പൗഡർ. പെട്ടെന്ന് ആവട്ടെ. അടച്ചു വെക്കണം. ഈ സംഭവം വേണ്ട. ഏതാണ്? കരി വേണ്ട. ഹലോ ഗൈസ് പറയൂ ഇത് വേണ്ട. വേണ്ട. സാധാരണ നമ്മൾ ഐലൈനർ വരയ്ക്കുന്നതിന് മുമ്പ് നീ ചെയ്തോ, മേക്കപ്പ് ചെയ്തോ, ഞാൻ പറയാം. ഐലൈനർ വരയ്ക്കുന്നതിന് മുമ്പ് പൗഡർ മുഖത്തിട്ടിട്ടാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇടുന്നത്. ഇതിപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ നൂറ, ഐഷു? സൂപ്പർ. ഇനി നമുക്കൊരു ഹെയർ സ്റ്റൈലും കൂടെ കെട്ടിക്കൊടുക്കും. പെട്ടെന്നാവട്ടെ. ഹെയർ സ്റ്റൈലും കൂടെ കെട്ടിക്കൊടുക്കും. എന്നിട്ട് നമുക്ക് വീഡിയോ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഹെയർ സ്റ്റൈലും കൂടെ. അപ്പോൾ നമ്മൾ അടുത്ത് എന്താ ചെയ്യുന്നത്? ഹെയർ കെട്ട്. തലമുടി കെട്ടുകയാണ്. തലമുടി കെട്ടുകയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്? തലമുടി കെട്ടുകയാണ്. സൗണ്ട് കൊളായല്ലേ? രാജകുമാരിയെ ആക്കി തരണോന്നാണ് നീ പറയണത്. എടി ഐലൈനർ വരച്ചത് കൊളാക്കിയത് നീ തിന്നെ തൂക്കിയെടുത്ത് സാറേ അടിക്കുന്നത്. എന്റെ ജീവൻ പോലെ എന്നെ പറഞ്ഞോണ്ടല്ലേ പറഞ്ഞാ നീ എന്തോന്നി? ഇത് അടികൂടുന്നതല്ല. നമ്മളെന്തിന്റെ ചലഞ്ചാണിത്? ചലഞ്ചാണ്. അപ്പം നമ്മളിങ്ങനെ അടികൂടാനൊന്നും പാടില്ല. നമ്മൾ ഇഷല് കണ്ണൊന്ന് അടച്ചാണ് ഐലൈനർ വരച്ച് നല്ല മനോഹരമായോ. വാവ്. അടച്ചേ കണ്ണടച്ചേ. നല്ലതല്ലേ ഇഷു? രസമുണ്ട്. ഇനി മേലെ നീ ഐലൈനർ വരച്ച കൊള്ളാം. ചില ആൾക്കാരുടെ മുടിയിൽ എനിക്ക് എന്റെ ഹെയർ സ്റ്റൈൽ. നിങ്ങൾ കമന്റിലെ കൂടെ പ്ലീസ് ഒന്ന് പറയണം. ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഐഷുവിന്, നമ്മുടെ ഐഷു അല്ല നമ്മുടെ ഇഷലിനെ ഒന്ന് കമന്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. ആരുടെയാണ് കൊള്ളാവുന്നതെന്ന് പ്ലീസ്. ഞാൻ നിങ്ങളെ കാല് പിടിക്കാം. ഇഷൽ കാല് പിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇഷലിന്റെ ആണോ കൊള്ളാവുന്നത്, മറിയത്തിന്റെ ആണോ കൊള്ളാവുന്നതെന്ന്. നിനക്ക് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ കെട്ടാന്നാണ് പറഞ്ഞത്. അത് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മുടി മറിയാണ് കെട്ടിത്തരുന്നത്. മറിയത്തിന് ഇഷ്ടമുള്ള രീതിയിലാണ്. ചലഞ്ച് അതൊക്കെ ചലഞ്ച്. ഇപ്പൊ സ്ട്രെയിറ്റ് ആവാൻ വേണ്ടിട്ടല്ല, ചലഞ്ചാണ് ഇപ്പൊ ചെയ്യുന്നത്. എടി ഇവിടെയും തെറ്റിയേ. ഇവിടെ തെറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എടേ നിന്നെ കണ്ടോ ആദ്യം? എന്നെ കണ്ട എന്തോ നീ പെട്ടെന്ന് സ്പീഡിന് മറിയൊന്ന് സ്പീഡിന് അത് അവിടെ കിടക്കട്ടെ. ഇത് എന്തോന്നാണ് നീ കെട്ടുന്നത്? ക്ലിപ്പ് എവിടെ? വേണ്ട, ക്ലിപ്പ് വേണ്ട, ഉള്ളത് വെച്ചും മതി. കുറച്ച് കോമഡിയൊക്കെ കാണും. എന്നാലും പ്ലീസ് ഒന്ന് കമന്റ് ചെയ്യണം. ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ബെൽ ബട്ടണും കൂടി. ഇഷലിന്റെ ചാനലിന്റെ പേര് പറ. അത് യൂട്യൂബിന്റെ ഇഷൽ ഡിക്യു. ഇഷലിന്റെ മനോഹരമായ ഡാൻസുകളൊക്കെ കാണാൻ പറ്റും. എന്താ ക്രിസ്മസ് ആണോ ഓണത്തിലാണ്? അല്ല, ക്രിസ്മസിലൊന്നുമില്ല, ഓണത്തിനേതും അല്ലാത്ത ന്യൂ ഇയറിന്. പെട്ടെന്നാവട്ടെ. മറിയം ഇഷൽ ഒരുക്കുന്നു, നോക്കിക്കോ നിന്നെ. 10 9 8 7. ഓക്കെ, ഇതാണ് നമ്മുടെ ചലഞ്ച്. അപ്പൊ നമുക്ക് ഗൈസ് ഇതാ കണ്ടു. ഇഷൽ ഒന്ന് കണ്ണടച്ച ഇഷലിനെ അപ്പൊ ഒന്ന് നല്ലോണം ഒന്ന് വീഡിയോ. ഓക്കെ, ഇനി അടുത്തത് മറിയം വാ. അപ്പൊ ഗൈസ് ഇനി ഞാനാണ് ഇവിടെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഇതിന്റെ മുഖം എങ്ങനെയാവുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ.